സ്മൃതി, ഇന്നിപ്പോൾ സാംസ്കാരിക ഇടതുപക്ഷം കേരളത്തിൽ ഇടതുഭരണം മടുത്തിരിക്കുന്നു, തുടർഭരണം ആപത്താണ്, ഏകാധിപത്യത്തിലേക്ക് നയിക്കും എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത് എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. സച്ചിദാനന്ദൻ്റെയും സാറ ജോസഫ് ടീച്ചറിൻ്റെയും ഒക്കെ പ്രതികരണത്തിനു പിന്നാലെ തുടർഭരണം യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ മാഷ് പറയുന്നത് പോലെ അപകടമാണോ? യഥാർത്ഥത്തിൽ ഇത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന വിഷയമല്ല. ഒന്നാമത്, തുടർഭരണം ആപത്താണ് എന്ന വാചകം ഒരു രാഷ്ട്രീയ വിമർശനമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ വിമർശനങ്ങളാകാം. രാഷ്ട്രീയ വിമർശനങ്ങൾ സച്ചി മാഷ് പലതവണ നടത്തിയിട്ടുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശാസമരത്തിൽ അദ്ദേഹം വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ട ആശമാരോട് ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് യുക്തിസഹമല്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഒരു കോർപ്പറേറ്റ് സിഇഒമാരുടെ രീതി സർക്കാർ സ്വീകരിക്കുകയാണെന്ന വിമർശനം നല്ല വിമർശനമാണ്. അത് നയവുമായി ബന്ധപ്പെട്ട വിമർശനമാണ്. വേറെയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെയും വിമർശനങ്ങൾ പല കാര്യങ്ങളിലായിട്ട് സച്ചി മാഷ് നടത്തിയിട്ടുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ടതിനെതിരെ അദ്ദേഹം പറയുന്നുണ്ട്, ഇടതുപക്ഷം കൂടി ഹിന്ദുത്വത്തിലേക്ക് നീങ്ങിയാൽ പ്രതീക്ഷയില്ലാതാകും, പണത്തിന് വേണ്ടി എന്തിനാണ് ഇടതുപക്ഷം സന്ധി ചെയ്യുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ഞാൻ വലതുപക്ഷ ആശയങ്ങൾക്കും ഹിന്ദുത്വ ഇന്ത്യ എന്ന സങ്കല്പത്തിനും എതിരായിരുന്നു. ഇടതുപക്ഷം കൂടി ആ നിലപാടിലേക്ക് നീങ്ങിയാൽ നമ്മുടെ പ്രതീക്ഷകൾ മങ്ങും എന്നുള്ള അദ്ദേഹത്തിന്റെ നിരാശയിൽ നിന്ന് പറയുന്ന പ്രതികരണമാണ്. അതും നല്ല വിമർശനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനി സാഹിത്യ അക്കാദമി പുസ്തകങ്ങളിലെ സർക്കാർ പരസ്യത്തിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാഹിത്യ അക്കാദമി ചെയർമാൻ ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട വാചകം, അതായത് അദ്ദേഹത്തെ സാഹിത്യ അക്കാദമി ചെയർമാനാക്കുന്നത് അദ്ദേഹം ആരുടെയും മുന്നിൽ തലകുനിച്ചിട്ടല്ല, അദ്ദേഹം സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയാണല്ലോ. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന സീറ്റിലെത്തിക്കഴിഞ്ഞാൽ മൗനം അവലംബിക്കണം എന്ന ഒരു വാദത്തോടും ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുന്നു, സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിൽ പരസ്യം ഉൾപ്പെടുത്തിയതിൽ അത് ശരിയായ രീതിയല്ല. പരസ്യം കവറിൽ ഒഴിവാക്കി ഉൾപേജിൽ ചെറുതായി നൽകിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. അതും നല്ല വിമർശനമാണ്. ഈ കെ-റെയിലിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കെ-റെയിൽ സർക്കാരിന്റെ പിടിവാശി ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. ഈ പദ്ധതിയുടെ സാമ്പത്തിക വശം കൂടുതൽ നന്നായി പഠിക്കണമെന്ന് പറയുന്നു. കേരളത്തിന്റെ ലോലമായ പരിസ്ഥിതിയെ വിശേഷിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിനെയും കഴിഞ്ഞ വർഷങ്ങളിലെ പ്രകൃതി ദുരന്തങ്ങളുടെയും സന്ദർഭത്തിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് കൃത്യമായി പഠിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിൽ ഒരു മുൻഗണന പ്രയോറിറ്റി ആണോ എന്ന് വിനയത്തോടെ പുനരാലോചിക്കുക എന്ന വാചകം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നല്ല വിമർശനമാണ്. ഇനി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയപ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതി വിമർശിച്ചിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. ഒരു നടേശ സ്തുതി എഴുതാൻ ആലോചിച്ചു, പക്ഷേ ഗുരുവിനെക്കുറിച്ച് എഴുതിയ കൈകൊണ്ട് എങ്ങനെ എഴുതും? ആത്മോപദേശ ശതകം ചൊല്ലിയ നാവ് കൊണ്ട് എങ്ങനെ ചൊല്ലും എന്നായിരുന്നു ആ കവിത. ശക്തമാണ്, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പ്രതികരണമാണത്. അപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ വന്നു. ഇതൊക്കെ തന്നെയും നയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇടത് സർക്കാർ ഇടതു നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നൊരു സംശയം ഉന്നയിച്ചുകൊണ്ടുള്ള വിമർശനമാണ്. ആ വിമർശനത്തെ രാഷ്ട്രീയ വിമർശനമായി കാണുന്നു. അത് സാംസ്കാരിക രംഗത്ത് പല സാഹിത്യകാരന്മാരും നിർണായകമായ ഘട്ടങ്ങളിൽ മൗനം അവലംബിക്കുകയും പുരസ്കാരങ്ങളൊക്കെ പോന്നോട്ടെ എന്ന് വിചാരിക്കുകയും നല്ല സ്ഥാനങ്ങൾ കിട്ടുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കാമെന്ന് കരുതുകയും ചെയ്യുന്നതിന് വ്യത്യസ്തമായി ചിലരെങ്കിലും പ്രതികരിക്കുന്നു എന്നുള്ളത് നട്ടലുള്ള പ്രതികരണമായി ഞാൻ കാണുന്നു. പക്ഷേ തുടർഭരണം ആപത്താണ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള തുടർഭരണത്തെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ റഷ്യയെക്കുറിച്ച് പറയുന്നു അദ്ദേഹം, റഷ്യയല്ല സോവിയറ്റ് യൂണിയനെ കുറിച്ച് പറയുന്നു. ഈ രൂപത്തിലുള്ള പഴയ കാര്യങ്ങളൊക്കെ പലതും ചൂണ്ടിക്കാണിക്കുന്നത് ശരിയായ ഉദാഹരണങ്ങളാണോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബംഗാൾ ആവർത്തിക്കും, ബംഗാൾ പോലെയാകും, ഇല്ലാതെയാകും പാർട്ടി എന്നാണ് ആശങ്കപ്പെടുന്നത്. ബംഗാൾ പോലെ ഇപ്പോൾ ഇവിടുത്തെ CPM ഇല്ലാതാകും എന്ന് പറയുമ്പോൾ ഇവിടെ തുടർഭരണം വേണ്ട എന്നുകൂടി പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മാത്രമേ ഭരണത്തിലുള്ളൂ CPM എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഭരണം ഇനി ലഭിക്കുകയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഭരണത്തിലേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടോ? ഇനി ബംഗാളിൽ തുടർഭരണങ്ങൾ എപ്പോഴാണ് അത് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തി? 34 വർഷം ഭരിച്ചു അല്ലേ, 6 ടേമിൽ ഭരിച്ചു. 6 ടേമിൽ ഭരിച്ചു ശേഷം എപ്പോഴാണ് ആ ഭരണം ഇല്ലാതായതെന്ന് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അത് ബംഗാളിലെ തുടർഭരണം പോലെയാണോ ഇപ്പോൾ 3ാമത് ഭരണത്തിലേക്ക് ആഗ്രഹിക്കുന്ന പിണറായി സർക്കാരിനെ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങൾ എത്രത്തോളം നിൽക്കും? അത് സിംഗൂർ നന്ദിഗ്രാം വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അവിടെ പ്രശ്നമുണ്ടായി. ത്രിപുരയിലായാലും 25 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഭരണമില്ലാതെ ആയിരിക്കുന്നത്. അടിസ്ഥാനപരമായി ആ ഭരണത്തിലൊക്കെ തന്നെയും പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് നയങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യതിചലിച്ചു എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതുണ്ടാകും. ഈ സിംഗൂറും നന്ദിഗ്രാമും മാത്രമായിരിക്കില്ല. നമുക്ക് ബംഗാളിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമുക്കറിയാം. വളരെ ചെറിയ സൗകര്യങ്ങളിൽ ലളിതമായ ജീവിതം നയിക്കുന്ന നമുക്ക് ഒരുപാട് നേതാക്കളെ ചൂണ്ടിക്കാണിക്കാനാകും. അതല്ല, വേറെ രൂപത്തിലേക്ക് മാറിയ നേതാക്കളെ നമ്മൾ കാണിക്കാനാകും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്നാൽ ബംഗാളിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവിടെ പാർട്ടി ഇല്ലാതായി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ വേഗം വെച്ചത് എന്തായാലും സിന്ദൂർ നന്ദിഗ്രാമമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തുടർഭരണം എന്ന് അവരാഗ്രഹിക്കുന്നത് അധികാരത്തിൽ വരാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഇനി ഈ പറയുന്ന ഇടതുപക്ഷം സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നാണോ?
അതെങ്ങനെ ശരിയാകും? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിങ്ങളിനി പ്രതിപക്ഷത്തിരുന്നാൽ മതി എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാകും? അതൊരു ശരിയായ രാഷ്ട്രീയ നിരീക്ഷണമായി കരുതുന്നില്ല. വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് സാഹിത്യകാരന്മാർ. അതിൻ്റെ വൈകാരികത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ലാതാകും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം, യഥാർത്ഥ ഇടതുപക്ഷം ഇല്ലാതെ ആയി പോകും എന്നുള്ള ആശങ്ക ഉയരുന്നതിന് ചില ഘടകങ്ങളുണ്ട്. അതായത് ഈ തുടർഭരണം വരുമ്പോൾ ചില നേതാക്കളെങ്കിലും കാണിക്കുന്ന അഹന്തയുടെ ഭാഷ, അഹങ്കാരത്തിൻ്റെ ഭാഷ, എന്ത് ചോദിക്കുമ്പോഴും എന്ത് വിമർശനങ്ങൾ ഉയരുമ്പോഴും ഞങ്ങളിതാ രണ്ടാമത് തിരഞ്ഞെടുത്തതല്ലേ എന്ന് ഒറ്റയടിക്ക് പറയുന്ന മറുപടി, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അതുപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഉയരുന്ന വിമർശനങ്ങളെയൊക്കെ തന്നെ ഏത് രൂപത്തിൽ കാണുന്നു? ഇപ്പോൾ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നവർ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് ഇടത് സർക്കാരിനെതിരെ വിമർശനമാണെങ്കിൽ ഉടനെ അവരെ വർഗീയ ചേരിയിലേക്ക് വിടുകയാണ്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരാറുണ്ട്. ഇനി അതല്ല, പല ഭാഷകളിലും പല വിമർശനങ്ങളും BJPയുടെ സ്വരമാണോ, അല്ലെങ്കിൽ BJPയുടെ അതേ ഭാഷയിലാണല്ലോ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്ന് സംശയിക്കുന്നതൊക്കെ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആശങ്കയാണ്, ഇതൊക്കെ വിമർശനമായി ഉയർത്തേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇനി നിങ്ങൾ ജയിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അത് പറയാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ തുടർഭരണം, നെഹ്റുവിൻ്റെ തുടർഭരണം 17 വർഷം പ്രധാനമന്ത്രിയായി നമുക്ക് നെഹ്റു ഉണ്ടായിരുന്നു. നെഹ്റുവിനോട് തുടർഭരണം വേണ്ട എന്ന് പറയാമോ? തുടർഭരണം കൊണ്ട് അദ്ദേഹത്തിന് അഹന്ത വന്നു എന്ന് നമുക്ക് പറയാമോ? അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ആ കാലത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇനി തുടർഭരണത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ ശരിയാണ്. ഇപ്പോൾ നമുക്ക് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ എടുക്കാം. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ട്, തുടർഭരണവുമായി ബന്ധപ്പെട്ടല്ല നമുക്ക് കേന്ദ്ര സർക്കാരിനോടുള്ള വിമർശനം, അല്ലേ? ആ കേന്ദ്ര സർക്കാരിൻ്റെ നയം, BJP നയത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം ആയതുകൊണ്ടാണ് നമ്മളെന്ന് പറയുന്നത്. BJP സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ടാണ് വിമർശനം. ആ നയം തുടർച്ചയായി തുടരുന്നു. അവർക്ക് തുടർഭരണം കിട്ടുന്നു. തുടർഭരണം കിട്ടുമ്പോൾ ഇതാ പ്രതിപക്ഷ സ്വരം പോലും ഇല്ലാതാക്കാൻ നമുക്ക് പാർലമെന്റിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. സ്പീക്കർക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുന്നതിലേക്ക് പ്രതിപക്ഷത്തെ എത്തിക്കുന്ന സാഹചര്യം ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ കാണുകയാണ്. അത് തുടർഭരണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമല്ല, അവരെ അധികാരത്തിൽ എത്തിച്ചതിൻ്റെതായുള്ള പ്രശ്നമാണ്. അത് തുടർഭരണത്തിനാണെന്ന് കാണാൻ കഴിയില്ല. ഇനി UPA സർക്കാരുമായി ബന്ധപ്പെട്ട് ഒന്നാം UPA, രണ്ടാം UPA ആകുമ്പോഴേക്കും അഴിമതി എന്ന വിഷയം വരുന്നുണ്ട്. അത് തുടർച്ച കൊണ്ട് സംഭവിച്ചതാണോ, അതല്ലാതെ തന്നെ അവർക്കുള്ള ഒരു പോരായ്മയായിട്ട് കാണേണ്ടതുണ്ടോ? അത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ തുടർഭരണം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുകൂടി അതിൽ അർത്ഥം വരുന്നുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾ ഇനി മത്സരിക്കേണ്ടതില്ല, നിങ്ങൾ ഇനി പ്രതിപക്ഷത്തിരുന്നാൽ മതി എന്ന് പറയുന്നതിലും ഒരു ജനാധിപത്യ വിരുദ്ധതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനോട് വിയോജിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റ വാക്കിൽ പറയാവുന്നതല്ല. വിമർശനങ്ങളെ സ്വീകരിക്കുന്ന ഒരു പ്രതികരണം ഇന്ന് പാർട്ടി സെക്രട്ടറിയിൽ കണ്ടിരിക്കുന്നു, പതിവിന് വിരുദ്ധമായി എന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം അത് പരിശോധിക്കുന്നു എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ KK ശൈലജ പറഞ്ഞതിലും ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന രൂപത്തിലാണോ പറയുന്നതെന്നൊരു ഒരു ചോദ്യമുണ്ട്. അതായത് ഞങ്ങളുടെ അണികളും ഞങ്ങളുടെ പ്രവർത്തകരും അങ്ങനെ കരുതുന്നില്ല എന്ന് പറയുമ്പോൾ ജയിക്കാൻ വേണ്ടിയല്ലേ മത്സരിക്കുന്നത്? ജയിക്കുമോ എന്നുള്ള കാര്യം വേറെ വിഷയം. ജയിക്കാതിരിക്കാനുള്ള കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ വിഷയം. നിങ്ങൾക്ക് രാഷ്ട്രീയ വിമർശനമാകാം, നയങ്ങൾ വിമർശനമാകാം, ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കാൻ. പക്ഷേ നിങ്ങൾ ഇനി ഭരണത്തിലേ വരാൻ പാടില്ല എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.